എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും മികച്ച കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് കസ്റ്റമർ ടച്ച് പോയിൻറ്റ്സ്. ഒരു കസ്റ്റമർ ഒരു സ്ഥാപനവുമായിട്ട് സംവേദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സഹകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ്, കണക്ഷൻസ് ഇതെല്ലാം നമുക്ക് ടച്ച് പോയിൻറ്റുകളായിട്ട് വേണം വിശേഷിപ്പിക്കാനായിട്ട്. പൊതുവേ 4 കാറ്റഗറി ഓഫ് കസ്റ്റമർ ടച്ച് പോയിൻറ്റുകളാണുള്ളത്. പ്രൊഡക്റ്റ് ടച്ച് പോയിൻറ്റ്സ്, സെയിൽസ് ടച്ച് പോയിൻറ്റ്സ്, സർവീസ് ടച്ച് പോയിൻറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ ടച്ച് പോയിൻറ്റ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യത്തേത് പ്രൊഡക്റ്റ് ടച്ച് പോയിൻറ്റ്സ് ആണ്. അതായത് പൊട്ടൻഷ്യലായിട്ടുള്ളൊരു കസ്റ്റമർ ഒരു സ്ഥാപനവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി കണക്ട് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും, എല്ലാ കണക്ടിവിറ്റിയും നമുക്ക് പ്രൊഡക്റ്റ് ടച്ച് പോയിൻറ്റ്സ് എന്ന് വേണം വിളിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് വഴി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി, ഏതെങ്കിലും ഇവൻറ്റുകൾ വഴി, റെഫറൻസുകൾ വഴി, എന്തിനു പറയണം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് പേജ്, ലാൻഡിംഗ് പേജ് വഴി, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതുവഴി, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് വഴി, റിവ്യൂകൾ വഴി, അങ്ങനെ പല രൂപത്തിൽ. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഒരു റീറ്റെയിൽ ഷോറൂമാണെങ്കിൽ പാർക്കിംഗ് അതൊരു ടച്ച് പോയിൻ്റാണ്. സെക്യൂരിറ്റി ഒരു ടച്ച് പോയിൻ്റാണ്. അതായത് ശരിക്കും സ്ഥാപനത്തിൽ എത്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല അതുവരെ, അതിന് വേണ്ടി വരുമ്പോൾ ഒരു പ്രോസ്പെക്റ്റ് ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസിനെയോ കസ്റ്റമറുടെ മൈൻഡിലേക്ക് ഒരു വലിയ ഇമേജാണ് കൊണ്ടുതരുന്നത്. ഇതാണ് പ്രൊഡക്റ്റ് ടച്ച് പോയിൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് ടച്ച് പോയിൻറ്റ്സ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത് സെയിൽസ് ടച്ച് പോയിൻറ്റുകൾ അഥവാ റീറ്റെയിൽ ടച്ച് പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ശരിക്കും സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുമ്പോൾ, പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു എംപ്ലോയി ബിഹേവിയർ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ കസ്റ്റമറോട് എംപ്ലോയീസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു, പ്രൊഡക്റ്റ് കാറ്റലോഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, പോയിൻ്റ് ഓഫ് സെയിൽ, ബില്ലിങ്ങിൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ആളുകൾ ചിലപ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് മോഡൽ വിശദീകരിച്ചൊക്കെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എംപ്ലോയീസിൻ്റെ ഡ്രസ് കോഡ്, ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനം. ഇതാണ് റീറ്റെയിൽ ടച്ച് പോയിൻറ്റുകൾ അഥവാ സെയിൽസ് ടച്ച് പോയിൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം സർവീസ് ടച്ച് പോയിൻറ്റ്സ് ആണ്. അതായത് ആഫ്റ്റർ സെയിൽ സർവീസാണ്. ശരിക്കും കസ്റ്റമർ നമ്മളുമായിട്ട് തീരുമാനത്തിലെത്തി കസ്റ്റമറായി മാറിക്കഴിയുമ്പോൾ പിന്നീട് അവർക്ക് കിട്ടുന്ന ഒരു സർവീസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് സർവീസ് ടച്ച് പോയിൻറ്റുകൾ വഴിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവർക്കൊരു താങ്ക് യു പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് അപ്സെല് ചെയ്യാനോ ക്രോസ് സെല് ചെയ്യാനോ നോക്കുമ്പോഴുള്ള നമ്മുടെ ഒരു പെരുമാറ്റ രീതി, കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന രീതി, ബില്ലിങ്ങിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഡെലിവറി സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം പിന്നീട് നടക്കുന്ന അപ്ഡേറ്റ്സൊക്കെ കസ്റ്റമറെ അറിയിക്കുന്ന രീതി, പുതിയ ഓഫറുകൾ അവരിലേക്ക് എത്തുന്നുണ്ടോ, അവർക്ക് ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലോയൽറ്റി പോലുള്ള സംവിധാനം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കസ്റ്റമറെ ആഡ് ഓൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സർവീസ് ടച്ച് പോയിൻറ്റുകളാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേഷൻ ടച്ച് പോയിൻറ്റ്സ് ആണ്. അതായത് കസ്റ്റമർ ഈ ഓർഗനൈസേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അത് പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കാം, വെബ്സൈറ്റോ ആപ്ലിക്കേഷൻ വഴിയോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആയിരിക്കാം, എങ്ങനെയാണെങ്കിലും അവരെ എത്രത്തോളം ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പാക്കേജിങ് അതൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. നമ്മുടെ പാക്കറ്റ് ആണ് പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആദ്യം കാണുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ അവരിലേക്ക് കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, ഈവൻ നമ്മുടെ ഓൺലൈൻ മീഡിയങ്ങൾ വഴിയായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പോയിൻ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ടച്ച് പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ഇമേജിനെ അവരുടെ ടോപ്പ് ഓഫ് മൈൻഡിലേക്ക്, അവരുടെ മനസ്സിൽ റീകോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ആ യൂണിഫോമിലൊരു വ്യത്യസ്തതയോ ലോഗോയോ ചിലപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നപ്പോൾ കിട്ടിയ അവിടുത്തെ ഒരു ആംബിയൻസോ ഫീലൊക്കെ ആയിരിക്കും. ഇതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ ടച്ച് പോയിൻറ്റുകളാണ്. വരുമ്പോൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ടീമോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റസ് ടീമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ ടച്ച് പോയിൻറ്റുകളാണ്. ഈ 4 കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഏത് കമ്പനികളും ഈ 4 ടച്ച് പോയിൻറ്റുകളെ കൺസിഡർ ചെയ്തിട്ടാണ് പല സ്ട്രാറ്റജികളും ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ,
ഓയോ പോലത്തെ കമ്പനിയൊക്കെ അവരൊരു 7 സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഈ ടച്ച് പോയിൻറ്റ്സ് വെച്ചാണ് പ്ലാൻ ചെയ്തത്. ഉദാഹരണം പറഞ്ഞാൽ അവർ ഒരു റൂം ഒരു കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇല്ല മാട്രസ് എങ്ങനെയായിരിക്കണം, ഹൈജീനായിട്ടുള്ള വാഷ്റൂം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഇന്ന ലിനൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കവറിങ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കളർ ടെലിവിഷൻ ഉണ്ടാവണം, ഫ്രീ വൈഫൈ ഉണ്ടാവണം, ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത് മാത്രമല്ല അവർ എക്കണോമിക്കൽ മോഡൽ വർക്ക് ചെയ്യണതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രൈസ് റേഞ്ച് ആയിരിക്കണം. ഇങ്ങനെയുള്ള ടച്ച് പോയിൻറ്റുകൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഐക്കിയ പോലത്തെ ലോകോത്തര ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞ പാർക്കിങ്ങും ഫേർണിച്ചർ ഇൻസ്റ്റാളേഷനും പോലുള്ള ടച്ച് പോയിൻറ്റുകളിലൊക്കെ ഇനീഷ്യലി അവർക്ക് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. കാരണം അവർ ടച്ച് പോയിൻറ്റ്സ് വെച്ച് വിലയിരുത്തിയുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ ചേഞ്ചുകൾ വരുത്തി കുട്ടികൾക്ക് പ്ലേ ഏരിയകൾ കൊണ്ടുവന്നു, എക്സ്പീരിയൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈസിങ്ങിലുള്ള ഡിഫറൻസുകൾ കൊണ്ടുവന്നു പല ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പല സ്ഥാപനങ്ങൾ ഈവൻ ഷോപ്പിംഗ് ബാഗുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബിസിനസ് കാർഡ് കൊടുക്കുന്ന രൂപത്തിൽ ഇതിലൊക്കെ ടച്ച് പോയിൻറ്റ്സ് എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടച്ച് പോയിൻറ്റ്സ് പ്രാക്ടിക്കലി ബിസിനസ്സിലൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ബെറ്റർ ആക്കണമെങ്കിൽ അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു 3 സ്റ്റെപ്പ് ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്കാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ടച്ച് പോയിൻറ്റ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആ ഒരു കസ്റ്റമർ ജേണിയിലെ ടച്ച് പോയിൻറ്റുകളെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ ആ കസ്റ്റമർ ടച്ച് പോയിൻറ്റുകൾ ഒന്ന് റേറ്റ് ചെയ്യുക. റേറ്റിംഗ് നമ്മൾ തന്നെ ഒന്ന് ഇടുക, ഒരു ഔട്ട് ഓഫ് 10 ഒക്കെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ റെഗുലറായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് തിരിച്ച് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് 10ഉം കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് ആണ്. ഇടയ്ക്കൊക്കെ മാത്രമേ നമ്മുടെ കസ്റ്റമർ വരണമെങ്കിൽ ഔട്ട് ഓഫ് 10 ഒരു 5 ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് എടുക്കാൻ വരുന്നില്ലെങ്കിൽ ഈ ഒരു ഏരിയ റേറ്റിംഗ് 0 തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് തേർഡ് വൺ നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 ചേഞ്ചുകളെങ്കിലും നമ്മുടെ ഓരോ കസ്റ്റമർ ഒരു ടച്ച് പോയിൻറ്റ്സിൽ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അത് നമ്മുടെ കോർ ടീമും ലീഡർഷിപ്പ് ടീമൊക്കെ ആയിട്ട് ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ ഹാപ്പി ആവും. ഒരു കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. കസ്റ്റമേഴ്സ് നമ്മുടെ അംബാസഡേഴ്സായി മാറുന്ന അവസ്ഥയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ടച്ച് പോയിൻറ്റുകളെ പറ്റി എപ്പോഴും ഒന്ന് കൺസിഡർ ചെയ്യുക. താങ്ക് യു.